ഒരു ചെറിയ പ്ലേറ്റ് സ്റ്റീൽ കഷ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, കാന്തിക ശക്തി കൊടുക്കുകയാണ്. ബൈ ഇലക്ട്രിസിറ്റി ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനൊരു കാന്തിക ശക്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റീലിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം അതിൻ്റെ വെയിറ്റ് എത്രയാണോ അതിനേക്കാൾ 12 മടങ്ങ് വെയിറ്റ് അധികം ഉയർത്തും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള പുസ്തകത്തിൽ ജോസഫ് മേഴ്ഫി പറയുന്നുണ്ട്. അദ്ദേഹം അത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രത്തോളം പവറുള്ള, അതായത് 12 ടൈംസ് വെയിറ്റ് ഉയർത്താൻ പറ്റുന്ന ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ കാന്തിക ശക്തി നമ്മൾ എടുത്ത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു തൂവൽ പോലും എടുത്തു പൊക്കാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. അപ്പം സെയിം ആയിട്ടുള്ളൊരു സ്റ്റീൽ പ്ലേറ്റിന് നമ്മൾ കാന്തിക ശക്തി കൊടുക്കുമ്പം അതിൻ്റെ പവർ 10 ടൈംസ് ഉയരുന്നു. എന്നാൽ ആ കാന്തിക ശക്തി എടുത്ത് ഒഴിവാക്കുന്ന സമയത്ത് അത് വളരെ ലോ, മീൻസ് ഒരു തൂവൽ പോലും എടുത്ത് പൊക്കാൻ പറ്റാത്ത അത്ര ലോ ആയിട്ട് അത് മാറുന്നു. അപ്പോൾ നോക്കിയേ, സെയിം ആയിട്ടുള്ളൊരു സ്റ്റീൽ പ്ലേറ്റ് തന്നെയാണ്. അതിനെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിന് നമ്മൾ കൊടുത്തിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരുത്തിയിട്ടുള്ള മാറ്റമാണെന്ത് അതിൻ്റെ പവർ കൂട്ടിയിട്ടുള്ളത്, അതിൻ്റെ എബിലിറ്റി കൂട്ടിയിട്ടുള്ളത്. ദെൻ അദ്ദേഹം പറയുന്നുണ്ട് 2 ടൈപ്പ് ഓഫ് മനുഷ്യന്മാരുള്ളത്. അതിൽ ഒരു വിഭാഗം എന്താണ്, ഇതുപോലെ കാന്തിക ശക്തിയുള്ള ആളുകളാണ്. മറ്റൊരു വിഭാഗം എന്താണ്, തീരെ കാന്തിക ശക്തി ഇല്ലാത്ത ആളുകളാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ കാന്തിക ശക്തിയുള്ള മനുഷ്യന്മാരെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അവർ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും. അവരെ ഈ ഒരു കാന്തിക ശക്തി എന്താണെന്ന് വെച്ചാൽ അവർ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും, അവർക്ക് നല്ല ഫെയ്ത്തും ഉണ്ടാവും. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട്, നല്ല ഫെയ്ത്തോട് കൂടിയിട്ട് അവർ ആ കാര്യം ചെയ്ത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എത്ര തന്നെ വില കൊടുത്തും അവർ ആ കാര്യങ്ങൾ ചെയ്ത് തീർക്കും എന്നുള്ളതാണ്. എന്നാൽ ഈ കാന്തിക ശക്തി ഇല്ലാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ ഒരുപാട് ഫിയേഴ്സും കൊണ്ട്, ഒരുപാട് പേടികൾ, ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് ഡൗട്ട് ഇതൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അവർക്കൊരു തൂവൽ പോലും എടുത്ത് പൊക്കാനും കഴിയില്ല എന്നുള്ളതുമാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ നോക്കിയാൽ എത്രത്തോളം ശരിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. നമ്മളെന്നുള്ളൊരു മനുഷ്യൻ ബൈ ബേർത്ത് നമുക്ക് ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ സെക്കൻഡായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു മനുഷ്യനുണ്ടല്ലോ, അതായത് കാന്തിക ശക്തി ഇല്ലാത്ത ഒരാൾ, അദ്ദേഹത്തിനൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് എന്തായിരിക്കും, ഞാനത് എടുക്കുന്നില്ല, ഞാനത് ചെയ്താൽ മേ ബി ഞാൻ തോറ്റുപോയാലോ, ഞാൻ ഫെയിലിയർ ആയാലോ, എൻ്റെ കയ്യിലുള്ള പൈസ പോയാലോ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എന്നെ കളിയാക്കിയാലോ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംശയങ്ങളും ഒരുപാട് പേടികളൊക്കെ കൊണ്ട് നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണ്. അതായത് കാന്തിക ശക്തി ഇതുവരെ ഉപയോഗിക്കാത്ത ആളുകളാണ്. നിങ്ങൾ തന്നെ സെയിം നിങ്ങളൊന്ന് പോളിഷ് ചെയ്ത് നിങ്ങളൊന്ന് മാഗ്നറ്റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പം നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ 10 ടൈംസ് അല്ല 100 ടൈംസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളൊന്ന് ഡീപ്പായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങൾക്ക് എത്രത്തോളം പവർ ഉണ്ട് എന്നുള്ളത്. ഐ ഹോപ്പ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെറിയ രീതിയിലെങ്കിലും നിങ്ങളെ പവർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കൊക്കെ ഫോർവേഡ് ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.